ഹെമിൻ ടീക്യുമാൻ ക്രിസ്റ്റൽ ടെസ്റ്റ്. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഈ സസ്പെക്റ്റഡ് സ്റ്റെയിന് ഓർ മെറ്റീരിയൽ ഓൺ എ ഗ്ലാസ് ലേഡ്, പ്ലേസ് സസ്പെക്റ്റഡ് സ്റ്റെയിന്. ഈ നമ്മളിപ്പം ക്ലോത്തിൽ നിന്നാണെങ്കിൽ ആ സ്റ്റെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്ലോത്തിൽ നിന്നുള്ള സ്റ്റെയിന്, സസ്പെക്റ്റഡ് സ്റ്റെയിന് ഓർ മെറ്റീരിയൽ ഓൺ എ ഗ്ലാസ് ലേഡിലോട്ട് വെക്കുക. എന്നിട്ട് ആടെ ക്രിസ്റ്റൽ ഓഫ് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ അങ്ങോട്ട് ആടി, കുറച്ച് ഉപ്പ്, നമ്മുടെ ഉപ്പ്, അതുപോലെ തന്നെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്, GS അസറ്റിക് ആസിഡ്, ഒരു ആസിഡാണ്, അതിൻ്റെ പേരാണ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ഹെമിൻ ക്രിസ്റ്റലിൻ്റെ ടെസ്റ്റാണ് കേട്ടോ. ടീക്കുമാൻ ഈ മാൻ ആസിഡ് ഒഴിക്കുന്നത് പോലെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡാണ് 2-3 ഡ്രോപ്സ് എടുക്കുക. എന്നിട്ട് നമുക്കൊരു കവർ സ്ലിപ്പ് കിട്ടും. കവർ സ്ലിപ്പ് അതിൻ്റെ മേലോട്ട് വെക്കുക. എന്നിട്ട് ഈ ടീക്കുമാനും ആണുങ്ങൾക്ക് കുറച്ച് ചൂട് കൊടുക്കണമെന്ന് പറയുന്ന പോലെ അപ്ലൈ ലിറ്റിൽ ഹീറ്റ് വിത്ത് എ ലാമ്പ് പ്ലേസ്ഡ് ബിലോ ദ സ്ലൈഡ്. ആ ബിലോ ദ സൈഡിലേക്ക് കുറച്ച് ഹീറ്റ് കൊടുക്കുക. കൂൾ ആൻഡ് എക്സാമിൻ അണ്ടർ ദ മൈക്രോസ്കോപ്പ്. ബ്ലഡ് ഉണ്ടെങ്കിൽ ഫെയിൻ്റ് ആയിട്ടുള്ള യെല്ലോയിഷ് റെഡ് ടു ബ്രൗണിഷ് ബ്ലാക്ക്, ഒരു കറുത്ത കാപ്പിപ്പൊടി കളറിലുള്ള റോംബിക് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. എന്ത് ക്രിസ്റ്റൽസ്? റോംബിക് ക്രിസ്റ്റൽസ് ഓഫ് ഹെമിൻ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും അവിടെ. അതെന്താണെന്ന് ചോദിച്ചാൽ ഫെറി പ്രോട്ടോ പോർഫൈറിൻ ക്ലോറൈഡ്, ഹെമാറ്റിൻ ക്ലോറൈഡ് ആണത്. ഇത് ചിലപ്പോൾ സിംഗിളായിട്ട് കാണാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണാം. എങ്ങനെയാണ് ഇത് കൺഫർമേഷൻ ആക്കുന്നത്? കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങോട്ട് ആ കവർ സ്ലിപ്പിലോട്ട് അണ്ടറിലോട്ട് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ബബിൾസ് ഓഫ് ഗ്യാസ് ഇങ്ങനെ ഉണ്ടാവുന്നത് കാണാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്നോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല കുമ്പളകൾ പോലെ ഗ്യാസ് അങ്ങോട്ട് ഫോം ചെയ്യുന്നതാണ്. ചില സമയത്ത് ഇത് ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഫോൾസ് നെഗറ്റീവ് എന്നാൽ നെഗറ്റീവ് കാണാം. ഫോൾസ് നെഗറ്റീവ് ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ അത് കള്ളത്തരമായിരിക്കും. നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം അതാണ് ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഫോൾസ് പോസിറ്റീവ് അല്ല, ഫോൾസ് നെഗറ്റീവായിട്ട് അവിടെ ഓൾഡ് സ്റ്റെയിനോ അല്ല തന്നെ ഫാബ്രിക് വാഷോ ട്രീറ്റഡ് വിത്ത് കെമിക്കൽസിലോ, ഇതിന് കെമിക്കൽ അവിടെ ഫാബ്രിക് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അതുപോലെ തന്നെ കെമിക്കൽസ് യൂസ് ചെയ്തെങ്കിലോ, മോയ്സ്ചറിൻ ആസിഡോ, അതുപോലെ തന്നെ റോങ് ആപ്ലിക്കേഷൻ ഓഫ് അഡീഷൻ ഓഫ് ടൂ മച്ച് കുറേ അങ്ങോട്ട് സോഡിയം ക്ലോറൈഡ് അങ്ങോട്ട് ആഡ് ചെയ്യാൽ, അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ചെയ്താലൊക്കെ ഈ ഹെമിൻ ക്രിസ്റ്റൽസ് തെറ്റായിട്ടുള്ള റിസൾട്ടുകൾ നൽകാൻ സാധിക്കും. താങ്ക് യു.